ഉടമ്പടിയുടെ ദൈവശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഈ പഠനം 3 ഭാഗങ്ങളായാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗത്തിൽ എന്താണ് ഉടമ്പടിയുടെ ദൈവശാസ്ത്രം, അതിൻ്റെ സ്വഭാവവിശേഷങ്ങൾ, എന്താണ് ഉടമ്പടി, അതിൻ്റെ സ്വഭാവവിശേഷങ്ങൾ, ഘടന, വ്യത്യസ്തങ്ങളായ ഉടമ്പടികൾ എന്നിവയാണ് ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് ദൈവശാസ്ത്രപരമായ ഉടമ്പടികൾ എന്താണ് എന്നാണ് ചിന്തിക്കുന്നത്. അതിൽ വീണ്ടെടുപ്പിൻ്റെ ഉടമ്പടി, പ്രവൃത്തികളുടെ ഉടമ്പടി, കൃപയുടെ ഉടമ്പടി എന്നിവയെക്കുറിച്ചുള്ള വിശദീകരണം ഉണ്ട്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗത്തെ വേദപുസ്തകത്തിലെ ഉടമ്പടികളാണ് പഠന വിഷയം. അതിൽ നോഹയുടെ ഉടമ്പടി, അബ്രഹാമിൻ്റെ ഉടമ്പടി, മോശയുടെ ഉടമ്പടി, ദാവീദിൻ്റെ ഉടമ്പടി, പുതിയ ഉടമ്പടി എന്നിവയെക്കുറിച്ചുള്ള വിശദീകരണം ഉണ്ട്. ഉടമ്പടിയുടെ ദൈവശാസ്ത്രം മനസ്സിലാക്കാതെ ദൈവത്തിൻ്റെ മാനവർക്കായുള്ള വീണ്ടെടുപ്പ് പദ്ധതി ശരിയായി ഗ്രഹിക്കുവാൻ പ്രയാസമാണ്. അതിനാൽ ഉടമ്പടിയുടെ ദൈവശാസ്ത്രം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പഠനത്തിൻ്റെ 3 ഭാഗങ്ങളും കേൾക്കുവാൻ ശ്രമിക്കുക. ഇതിൻ്റെ നോട്ട് ഈ ബുക്കായി ലഭ്യമാണ്. താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ആവശ്യപ്പെടുക, സൗജന്യമായി അയച്ചു തരുന്നതാണ്. വാട്സാപ്പ് നമ്പർ 9961330751. നിങ്ങളിപ്പോൾ കേൾക്കുന്നത് ഈ പഠനത്തിൻ്റെ 3ാമത്തെ ഭാഗമാണ്. ഇനി നമുക്ക് പഠനത്തിലേക്ക് പോകാം. വേദപുസ്തകത്തിൽ 1ലധികം ഉടമ്പടികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 5 ഉടമ്പടികൾ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് പദ്ധതി മനസ്സിലാക്കുവാൻ പ്രധാനപ്പെട്ടവയാണ്. ഇവ നോഹയുടെ ഉടമ്പടി, അബ്രഹാമിൻ്റെ ഉടമ്പടി, മോശയുടെ ഉടമ്പടി, ദാവീദിൻ്റെ ഉടമ്പടി, പുതിയ ഉടമ്പടി എന്നിവയാണ്. ഉൽപ്പത്തി 9ാം അധ്യായത്തിലാണ് നോഹയുടെ ഉടമ്പടി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെ പ്രവൃത്തികളുടെ ഉടമ്പടിയുടെ തുടർച്ച എന്ന രീതിയിൽ തുടർച്ചയുടെ ഉടമ്പടി അല്ലെങ്കിൽ കവനന്റ് ഓഫ് കണ്ടിന്യൂവേഷൻ എന്നും വിളിക്കാറുണ്ട്. ഇത് ദൈവവും നോഹയും തമ്മിലും സകല മനുഷ്യരുമായും സകല ജീവജന്തുക്കളുമായും തലമുറയോളം സദാകാലത്തേക്കുമുള്ള ഉടമ്പടിയായിരുന്നു. ഇതിൽ ദൈവം ഇനി ഒരിക്കലും ഭൂമിയെ വെള്ളം കൊണ്ട് നശിപ്പിക്കുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്യുന്നു. മനുഷ്യവംശത്തിൻ്റെ പരിരക്ഷ ഇതിൽ വാഗ്ദത്തം ആണ്. ഉൽപ്പത്തി 9:7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവീൻ, ഭൂമിയിൽ അനവധിയായി പെറ്റുപെരുകുവീൻ. ദൈവം പിന്നെയും നോഹയോടും അവൻ്റെ പുത്രന്മാരോടും അരുളി ചെയ്തത്, ഞാനിതാ നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ഭൂമിയിൽ നിങ്ങളോടുകൂടെയുള്ള പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളുമായ സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവുമായ ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു. ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കുകയില്ല, ഭൂമിയെ നശിപ്പിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു. പിന്നെയും ദൈവം അരുളി ചെയ്തത്, ഞാനും നിങ്ങളും നിങ്ങളോട് കൂടെയുള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിൻ്റെ അടയാളം ആവിത്. ഭൂമിയുടെ സൃഷ്ടിക്ക് മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥയിലേക്കുള്ള ഒരു തിരിഞ്ഞുപോക്ക് നമുക്ക് നോഹയുടെ കാലത്തുണ്ടായ പ്രളയത്തിൽ കാണാം. അവിടെ നിന്നും ഇപ്പോഴത്തെ ഭൂമി പുനഃസൃഷ്ടിക്കപ്പെടുകയാണ്. നോഹയുടെ ഉടമ്പടി ഉൽപ്പത്തി 1:28 പറഞ്ഞിരിക്കുന്ന ഉടമ്പടിയുടെ ആവർത്തനമാണ്. ഉൽപ്പത്തി 1:28 ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഉൽപ്പത്തി 9:1-2 വാക്യങ്ങൾ. ദൈവം നോഹയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തതെന്നാൽ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവീൻ. നിങ്ങളെയുള്ള പേടിയും നടുക്കവും ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും സകല ഭൂജലങ്ങൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും. അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. പ്രളയത്തിൻ്റെ വിവരണത്തിൽ വെള്ളം ദൈവശിക്ഷയുടെ നിഴലാണ്. അതിൽ നിന്നും രക്ഷപ്പെട്ട നോഹയുടെ കുടുംബത്തിൻ്റെയും കഥ ദൈവക്രോധത്തിൽ നിന്നുള്ള മനുഷ്യരുടെ രക്ഷയുടെ നിഴലാണ്. ഈ സംഭവം അന്ത്യനാളിൽ സംഭവിക്കുവാനിരിക്കുന്ന ഭൂമിയുടെ നാശം, പുനർസൃഷ്ടി എന്നിവയുടെയും നിഴൽ ആണ്. അബ്രഹാമിൻ്റെ ഉടമ്പടിയെ വാഗ്ദത്തത്തിൻ്റെ ഉടമ്പടി എന്നും വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ കവനന്റ് ഓഫ് പ്രോമിസ് എന്നും വിളിക്കാറുണ്ട്. ഒരു കുടുംബത്തിലൂടെയും അവരുടെ ഒരു സന്തതിയിലൂടെയും സകല മനുഷ്യരെയും അനുഗ്രഹിക്കാമെന്നുള്ള ദൈവിക ഉടമ്പടി ആണിത്. ഉൽപ്പത്തി 12:15-17, റോമർ 4, ഗലാത്യർ 3:15 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ എന്നിവിടങ്ങളിൽ അബ്രഹാമിൻ്റെ ഉടമ്പടി കാണാവുന്നത് ആണ്. ആദാമിൻ്റെ ഉടമ്പടിയും നോഹയുടെ ഉടമ്പടിയും സാർവലൗകികമായിരുന്നു എങ്കിൽ അബ്രഹാമിൻ്റെ ഉടമ്പടി അദ്ദേഹവുമായും അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകളുമായും മാത്രമുള്ളതാണ്. ഇതൊരു പരിമിതമായ ഉടമ്പടിയാണ്.
തെരഞ്ഞെടുത്ത ഒരു കുടുംബവുമായി ദൈവം ഉണ്ടാക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് അബ്രഹാമിന്റെ ഉടമ്പടി. സകല മനുഷ്യരിൽ നിന്നുമുള്ള ഒരു കൂട്ടത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന ആശയം നമ്മൾ ഇവിടെ കാണുന്നു. ഇത് ദൈവിക വീണ്ടെടുപ്പ് പദ്ധതിയിലെ ഒരു പ്രധാന ദിശയാണ്. അനേകം സന്തതികളെയും ദേശവും നൽകാമെന്നും അവന്റെ പേർ വലുതാകും എന്നുമുള്ള വാഗ്ദത്തം ദൈവം അബ്രഹാമിനെ നൽകി. ഉൽപ്പത്തി 12:2-3 വാക്യങ്ങൾ. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായി തീരും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. എന്നാൽ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം അവന്റെ ആയുഷ്കാലത്തുണ്ടാകുകയില്ല എന്ന് എബ്രായർക്കുള്ള ലേഖനത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എബ്രായർ 11:9-10 വാക്യങ്ങൾ. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്നു വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അപ്പോസ്തലനായ പൗലോസ് ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത സന്തതി യേശുക്രിസ്തുവാണ് എന്ന് വ്യാഖ്യാനിക്കുന്നു. ഉൽപ്പത്തി 12:7 യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. ഗലാത്യർ 3:16 എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് എങ്ങനെ കുറിച്ച് അത്രേ പറയുന്നത്, അത് ക്രിസ്തു തന്നെ. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് ഭാവിയിൽ നിവർത്തിക്കപ്പെടുന്ന ഒരു ഭാഗമുണ്ട് എന്ന് അബ്രഹാമിന് അറിയാമായിരുന്നു എന്നാണ് എബ്രായ ലേഖനവും പൗലോസിന്റെ വ്യാഖ്യാനവും പഠിപ്പിക്കുന്നത്. ഭാവിയിൽ പ്രത്യക്ഷപ്പെടുവാനിരിക്കുന്ന ഒരു ആത്മീയ സന്തതിയെക്കുറിച്ചുള്ള അബ്രഹാമിന്റെ പ്രത്യാശ യേശുക്രിസ്തുവും ഉറപ്പിക്കുന്നുണ്ട്. ഈ സന്തതി മുഖാന്തരം സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെടും. യോഹന്നാൻ 8:56 നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അബ്രഹാമിന്റെ ഉടമ്പടി അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ശാരീരികവും ആത്മീയവുമായ സന്തതികൾക്കും മാത്രമുള്ളതാണ്. അതൊരു നിത്യമായ ഉടമ്പടിയാണ്. ഇത് മുമ്പ് ഉണ്ടായിരുന്ന യാതൊരു ഉടമ്പടിയെയും റദ്ദാക്കിയിട്ടില്ല. പിന്നീട് ഉണ്ടായ ഉടമ്പടികൾ ഇതിനെ റദ്ദാക്കുകയും ചെയ്തിട്ടില്ല. അബ്രഹാം ഈ ഉടമ്പടിയെ വിശ്വാസത്താൽ സ്വീകരിക്കുക ആയിരുന്നു. ഉൽപ്പത്തി 17:7 ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറയായ നിന്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. ഉൽപ്പത്തി 15:6 അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അബ്രഹാമും കുടുംബവും ശരീരത്തിൽ സ്വീകരിച്ച പരിച്ഛേദന ഉടമ്പടിയുടെ ബാഹ്യമായ അടയാളമായിരുന്നു. ഇത് പിന്നീട് ഹൃദയത്തിന്റെ പരിച്ഛേദനയായി മാറി. ഉൽപ്പത്തി 17:10 എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യയുള്ള നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമം ആവിത്, നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. യെരമ്യാവ് 4:4 യഹൂദ പുരുഷന്മാരും യെരുശലേം നിവാസികളുമായുള്ളവരെ, നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം എൻ്റെ കോപം തീ പോലെ ജ്വലിച്ച് ആർക്കും കെടുത്തുകൂടാതെ വണ്ണം കത്താതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കിക്കളവീൻ. ഫിലിപ്പിയർ 3:3 നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അബ്രഹാമിന്റെ ഉടമ്പടി നിത്യമായ ഉടമ്പടി ആയതിനാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എല്ലാം അബ്രഹാമിന്റെ സന്തതികളാണ് എന്നും അതിനാൽ അവർ അബ്രഹാമിന്റെ ഉടമ്പടിക്ക് വിശ്വാസത്താൽ അവകാശികളാണ് എന്നും അപ്പോസ്തലനായ പൗലോസ് വാദിക്കുന്നു. ഗലാത്യർ 3:6-9 വരെയുള്ള വാക്യങ്ങൾ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവീൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നുവെന്ന് തിരുവെടുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ഗലാത്യർ 3:26 യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. ഉടമ്പടിയുടെ ദൈവശാസ്ത്രം അനുസരിച്ച് ക്രിസ്തീയ സ്നാനം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ ഒരു ബാഹ്യമായ അടയാളമാണ്. വിശ്വാസത്താൽ നമ്മൾ അബ്രഹാമിന്റെ ഉടമ്പടിയുടെ അവകാശികളാണ്. അതിനാൽ ക്രിസ്തീയ സ്നാനം അബ്രഹാമിന്റെ ഉടമ്പടിയുടെ പുതിയ നിയമത്തിലുള്ള അടയാളം ആണ്. ഗലാത്യർ 3:27 ക്രിസ്തുവിനോട് ചേരുവ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. എന്നാൽ ഉടമ്പടികളുടെ അടിസ്ഥാനത്തെ വേദപുസ്തക വ്യാഖ്യാനത്തിന് ഉപയോഗിക്കാത്ത
ഡിസ്പെൻസേഷനലിസം പോലെയുള്ള ചിന്താധാരയിൽ വിശ്വസിക്കുന്നവർ ജാതികൾ അബ്രഹാമിന്റെ ഉടമ്പടി അവകാശമാക്കുമെന്ന് പഠിപ്പിക്കുന്നില്ല. അവർ ക്രിസ്തീയ സ്നാനത്തിന് മറ്റൊരു വ്യാഖ്യാനമാണ് നൽകുന്നത്. മോശയുടെ ഉടമ്പടിയെ പഴയ നിയമ ഉടമ്പടി എന്നും ന്യായപ്രമാണത്തിന്റെ ഉടമ്പടി എന്നും വിളിക്കാറുണ്ട്. ഇത് നമുക്ക് പുറപ്പാട് 19-24 വരെയുള്ള അധ്യായങ്ങളിലും ആവർത്തന പുസ്തകത്തിലും വായിക്കാം. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ദേശം, സന്തതി എന്നിവയുടെ ഭൗതിക തലത്തിലുള്ള നിവൃത്തിയാണ് മോശയുടെ ഉടമ്പടിയിൽ നമ്മൾ കാണുന്നത്. അതിനാലാണ് ഇതിൽ വിശദമായ നിയമങ്ങളും ആചാരങ്ങളും ഉള്ളത്. മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചതിന് ശേഷം കനാൻദേശത്തേക്കുള്ള അവരുടെ യാത്രാമധ്യേ സീനായ് പർവ്വതത്തിൽ ഇറങ്ങി വന്ന ദൈവം മോശ മുഖാന്തരം സർവ്വ ഇസ്രായേലിയരുമായി ഉറപ്പിക്കുന്ന ഉടമ്പടിയാണിത്. വാഗ്ദത്ത ഭൂമിയിൽ ഒരു രാജ്യം സ്ഥാപിച്ച് ദൈവത്തിന്റെ വിശുദ്ധ ജനമായി ജീവിക്കുവാനുള്ള പ്രമാണങ്ങളാണ് ദൈവം അവർക്ക് നൽകിയത്. ഈ പ്രമാണങ്ങൾ ഇസ്രായേൽ ജനത്തെ അവർക്ക് ചുറ്റിനും അക്കാലത്ത് ജീവിച്ചിരുന്ന ജനവുമായി വേർതിരിച്ച് നിർത്തി. ഇസ്രായേൽ ദൈവത്തിന്റെ പ്രത്യേക സമ്പത്തും പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമായിരിക്കണമെന്നായിരുന്നു ദൈവത്തിന്റെ കൽപ്പന. ഈ ഉടമ്പടി നിബന്ധനകളോട് കൂടിയത് ആയിരുന്നു. പ്രമാണങ്ങളുടെ ലംഘനങ്ങൾ ശാപവും അനുസരണം അനുഗ്രഹങ്ങളും ക്ഷണിച്ചു വരുത്തും. പഴയ നിയമത്തിലെ അനുഗ്രഹങ്ങളും ശാപവും ഇസ്രായേൽ ജനത്തിന്റെയും യഹൂദ ജനത്തിന്റെയും പ്രവാസ ജീവിതം, പരീശന്മാരും യേശുക്രിസ്തുവും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ, പൗലോസിന്റെ ന്യായപ്രമാണം, ദൈവകൃപ എന്നിവയെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ എന്നിവയുടെ എല്ലാം അടിസ്ഥാനം മോശയുടെ ഉടമ്പടി ആണ്. മോശയുടെ ഉടമ്പടിയുടെ കാലത്തും ജനം വീണ്ടെടുക്കപ്പെട്ടിരുന്നത് കൃപയുടെ ഉടമ്പടിയുടെ കാലത്തും മറ്റെല്ലാ കാലത്തും എന്ന പോലെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിലുള്ള വിശ്വാസത്താൽ മാത്രമായിരുന്നു എന്നാണ് ഉടമ്പടിയുടെ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നത്. എങ്കിലും പൗലോസ് ഗലാത്യർ 3:10-14 വരെയുള്ള വാക്യത്തിൽ പറയുന്നത് പോലെ മോശയുടെ ഉടമ്പടി അത് പൂർണ്ണമായി പാലിക്കുന്ന എല്ലാവർക്കും നിത്യജീവൻ വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. ഗലാത്യർ 3:11-12 വാക്യങ്ങൾ. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാന്മാർ വിശ്വാസത്താൽ ജീവിക്കുമെന്നല്ലോ ഉള്ളത്. ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്ന് ഉണ്ടല്ലോ. ലേവ്യ പുസ്തകം 18:5. ആകയാൽ എൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും, ഞാൻ യഹോവ ആകുന്നു. എന്നാൽ പാപങ്ങളുടെ രക്ഷയുടെ മാർഗമായ ദൈവം മോശയുടെ ഉടമ്പടിയെ നൽകിയിട്ടില്ല. പകരം ഉടമ്പടിയിലെ എല്ലാ പ്രമാണങ്ങളും അനുസരിച്ചുകൊണ്ട് ദൈവത്തിന്റെ വിശുദ്ധിക്കൊത്തവണ്ണം നമ്മൾക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല എന്ന സത്യമാണ് ഈ ഉടമ്പടി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെ എല്ലാ പ്രമാണങ്ങളും സമ്പൂർണ്ണമായി പാലിക്കുന്ന ഒരു വാഗ്ദത്ത സന്തതിയിലേക്ക് ന്യായപ്രമാണം വിരൽ ചൂണ്ടുന്നു. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു രക്ഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രവൃത്തിയുടെ ഉടമ്പടിയിലെയും മോശയുടെ ഉടമ്പടിയിലെയും എല്ലാ പ്രമാണങ്ങളും കുറവുകൾ കൂടാതെ അനുസരിച്ചു. ഗലാത്യർ 3:19, 24 മുതൽ 26 വരെയുള്ള ആ വാക്യങ്ങൾ. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല, യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. മോശയുടെ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട 3 സ്വഭാവ വിശേഷങ്ങൾ ഇതെല്ലാമാണ്. പ്രവൃത്തിയുടെ ഉടമ്പടിയുടെ ആവർത്തനമാണ് മോശയുടെ ഉടമ്പടി. അത് ശിക്ഷാവിധിയുടെയും മരണത്തിന്റെയും ഉടമ്പടിയാണ്. അതൊരു രാജ്യത്തിലെ ജനങ്ങളുമായുള്ള ഉടമ്പടിയാണ്. ആ രാജ്യത്തിനും ജനങ്ങൾക്കും അവരുടെ ദൈവിക പ്രമാണങ്ങളോടുള്ള അനുസരണം നിമിത്തം ലഭിക്കുന്ന അനുഗ്രഹങ്ങളും ശാപങ്ങളുമാണ്. മോശയുടെ ഉടമ്പടി പൂർണ്ണമായും നിയമപരമാണ്. ഒരു മധ്യസ്ഥനിലൂടെ സാധ്യമാകുന്ന രക്ഷയ്ക്കായുള്ള പാവപരിഹാര യാഗം എന്നതിൻ്റെ നിഴലാണ് ഈ ഉടമ്പടിയിൽ വിവരിക്കപ്പെടുന്ന യാഗങ്ങൾ എല്ലാം. എന്നാൽ ചില നവീകരണ ദൈവശാസ്ത്രജ്ഞന്മാർ മോശയുടെ ഉടമ്പടി ആദാമിന്റെ പ്രവൃത്തിയുടെ ഉടമ്പടിയുടെ ആവർത്തനമാണ് എന്ന് വിശ്വസിക്കുന്നില്ല. ദാവീദിന്റെ ഉടമ്പടി രാജത്വത്തിന്റെ ഉടമ്പടി എന്നും രാജകീയ ഉടമ്പടി എന്നും അറിയപ്പെടുന്നു. ദൈവത്തിന്റെ ജനത്തിനായി ദൈവം വാഗ്ദത്തം ചെയ്ത എല്ലാ ഉറപ്പുകളും നിവർത്തിക്കുവാൻ അബ്രഹാമിന്റെ തലമുറയിൽപ്പെട്ട ഒരു കുടുംബത്തെ ദൈവം തെരഞ്ഞെടുക്കുന്നു. അങ്ങനെ ഇസ്രായേലിന് രാജാവായിരിക്കുവാൻ യഹൂദാ ഗോത്രത്തിൽപ്പെട്ട ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തു. അവന് നിത്യരാജ്യത്വം വാഗ്ദത്തം ചെയ്തു. അവന്റെ സന്തതി ദൈവാലയം നിർമ്മിക്കുമെന്ന് ഉറപ്പ് കൊടുത്തു. ഇതാണ് ദാവീദിന്റെ ഉടമ്പടി. 2 ശമൂവേൽ 7, 1 ദിനവൃത്താന്തം 17, സങ്കീർത്തനം 89 എന്നിവിടങ്ങളിൽ ദാവീദിന്റെ ഉടമ്പടി വായിക്കാം. ദാവീദിന്റെ വംശാവലിയിൽ ഒരു ഭവനം പണിയപ്പെടുമെന്നും അവന്റെ രാജ്യത്വം നിത്യമായിരിക്കുമെന്നും ദൈവം അരുളി ചെയ്തു.
2 ശമൂവേൽ 7:12, 13, 16 വാക്യങ്ങൾ. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരുടെ കൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവൻ്റെ രാജ്യത്ത് ഉറപ്പാക്കുകയും ചെയ്യും. അവൻ എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയും. ഞാൻ അവൻ്റെ രാജ്യത്വത്തിൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. നിന്റെ ഗൃഹവും നിന്റെ രാജ്യത്വവും എൻ്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും ഉറച്ചിരിക്കും. സങ്കീർത്തനം 89:3-4 വാക്യങ്ങൾ. എൻ്റെ വൃതനോട് ഞാനൊരു നിയമവും എൻ്റെ ദാസനായ ദാവീദിനോട് സത്യവും ചെയ്തിരിക്കുന്നു. നിന്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. നിന്റെ സിംഹാസനത്തെ തലമുറ തലമുറയോളം ഉറപ്പിക്കും. യെഹെസ്കേൽ പ്രവാചകൻ ശുശ്രൂഷ ചെയ്തിരുന്നത് ബാബേൽ പ്രവാസകാലത്താണ്. ദാവീദിന്റെ വംശാവലിയിൽ ഒരു രാജാവ് ഉണ്ടാകുമെന്നും അവൻ ഇസ്രായേലിനെ പുനഃസ്ഥാപിക്കുമെന്നും അവൻ്റെ കാലത്ത് നീതിയും സമാധാനം ഉണ്ടാകുമെന്നും യെഹെസ്കേൽ പ്രവചിച്ചു. യെഹെസ്കേൽ 37:24-25 വാക്യങ്ങൾ. എൻ്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും. അവർക്കെല്ലാവർക്കും ഒരേ ഇടയനുണ്ടാകും. അവർ എൻ്റെ വിധികളിൽ നടന്ന് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ചനുഷ്ഠിക്കും. എൻ്റെ ദാസനായ യാക്കോബിന് ഞാൻ കൊടുത്തതും നിങ്ങളുടെ പിതാക്കന്മാർ പാർത്തിരുന്നതുമായ ദേശത്തെ അവർ പാർക്കും. അവരും മക്കളും മക്കളുടെ മക്കളും എന്നേക്കും അവിടെ വസിക്കും. എൻ്റെ ദാസനായ ദാവീദ് എന്നേക്കും അവർക്ക് പ്രഭുവായിരിക്കും. ഉൽപ്പത്തി 49:10 ദാവീദിന്റെ സിംഹാസനം മറ്റു രാജ്യങ്ങളുടെ മേൽ ഉന്നതമായിരിക്കുമെന്ന പരാമർശമുണ്ട്. യെശയ്യാ 53 ദാവീദിന്റെ സന്തതി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാപത്തിന് എങ്ങനെ പരിഹാരം വരുത്തും എന്ന് വിശദീകരിക്കുന്നു. ഉൽപ്പത്തി 49:10 അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകുകയില്ല. ജാതികളുടെ അനുസരണം അവനോട് ആകും. ദാവീദിന്റെ ഉടമ്പടിയിൽ അവന്റെ സിംഹാസനത്തിൽ എന്നേക്കും വാഴുന്ന ഒരു സന്തതിയെ ദൈവം വാഗ്ദത്തം ചെയ്യുന്നു. ഈ ഉടമ്പടിയാണ് ഒരു മശിക വരുമെന്ന യഹൂദന്മാരുടെ പ്രത്യാശയുടെ അടിസ്ഥാനം. ഈ ഉടമ്പടിയിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന സന്തതി യേശുക്രിസ്തുവാണ് എന്നും അവനാണ് യഹൂദന്മാരുടെ ശരിയായ രാജാവ് എന്നുമാണ് സുവിശേഷം പറയുന്നത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുമായി യേശുക്രിസ്തുവിൽ ദൈവം ചെയ്ത ഉടമ്പടിയാണ് പുതിയ നിയമ ഉടമ്പടി. എല്ലാ വേദപുസ്തക ഉടമ്പടികളും പ്രവൃത്തിയുടെ ഉടമ്പടിയും കൃപയുടെ ഉടമ്പടിയും പുതിയ നിയമ ഉടമ്പടിയിൽ സമ്പൂർണമായി നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. പുതിയ നിയമ ഉടമ്പടി യെരമ്യാവ് 31 പ്രഖ്യാപിക്കപ്പെടുകയും യേശുക്രിസ്തുവിന്റെ ജീവിതം, മരണം, ഉയർപ്പ് എന്നിവയോടെ ആരംഭിക്കപ്പെടുകയും സഭയുടെ ശുശ്രൂഷകളിലൂടെ തുടരുകയും യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവോടെ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും. ഇതോടെ ഈ ഭൂമിയിലെ മാനവരാശിയുടെ ചരിത്രം അവസാനിക്കും. യെരമ്യാവ് 31:31-34 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ചും ഇസ്രായേൽ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും. അവരുടെ പാപം ഇനി ഓർക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ബാബേലിൽ പ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തോട് അവരുടെ പുനഃസ്ഥാപനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആലോചനകൾ അറിയിച്ചിരുന്ന ഒരു പ്രവാചകനായിരുന്നു യെരമ്യാവ്. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരുമായി ഒരു പുതിയ ഉടമ്പടി ഉണ്ടാക്കുന്ന കാലത്തെക്കുറിച്ചും അവൻ പ്രവചിച്ചു. അത് ഇസ്രായേൽ മുമ്പ് ലംഘിച്ച ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല. വരുവാനുള്ള ഉടമ്പടിയിൽ പാപങ്ങളുടെ എന്നേക്കുമുള്ള പരിഹാരവും ഹൃദയത്തിൻ്റെ ആന്തരികമായ പുതുക്കവും ദൈവവുമായുള്ള ദൃഢവും അഗാധവുമായ ജ്ഞാനവും ഉണ്ടായിരിക്കും. യേശുക്രിസ്തു ശിഷ്യന്മാരുമൊത്ത് അന്ത്യ-അത്താഴം കഴിച്ചപ്പോൾ അവൻ പാനപാത്രം എടുത്ത് അവൻ്റെ മരണം പുതിയ ഉടമ്പടിയുടെ ആരംഭമാകുമെന്ന് പ്രഖ്യാപിച്ചു. ഇവിടെ യേശു ഉടമ്പടിയുടെ ഭാഷയാണ് ഉപയോഗിച്ചത്. ലൂക്കോസ് 22:19-20 വാക്യങ്ങൾ. പിന്നെ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. വേദപുസ്തകത്തിൽ ആദ്യം മുതൽ രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഉടമ്പടികളും പുതിയ നിയമ ഉടമ്പടിയിൽ സമ്പൂർണമായി നിവർത്തിക്കപ്പെടുന്നു. ദൈവവും അവൻ്റെ ജനവും തമ്മിലുള്ള എല്ലാ ഉടമ്പടികളുടെയും വാഗ്ദത്തവും ലക്ഷ്യവും യേശുക്രിസ്തു നിവർത്തിച്ചു. പുതിയ ഉടമ്പടിയിൽ മനുഷ്യരുടെ പാപങ്ങളുടെ പരിഹാരം യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം ആണ്.
ഉടമ്പടി പ്രകാരമുള്ളവൻ്റെ മധ്യസ്ഥത ദൈവവുമായി നമുക്ക് നിത്യമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നു. യേശുക്രിസ്തു ചെയ്തു തീർത്ത പ്രവൃത്തികളാൽ പുതിയ നിയമം ആരംഭിച്ചുവെങ്കിലും അവൻ്റെ രണ്ടാമത്തെ വരവോടെ മാത്രമേ ഉടമ്പടിയുടെ സമ്പൂർണ്ണ നിവൃത്തി ഉണ്ടാകുകയുള്ളൂ. ഉടമ്പടികളുടെ ദൈവശാസ്ത്രത്തെക്കുറിച്ചുള്ള ഈ പഠനം ഇവിടെ അവസാനിക്കുകയാണ്. ഉടമ്പടിയുടെ ദൈവശാസ്ത്രം എന്താണ്, അത് എങ്ങനെയാണ് വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. വേദപുസ്തകം ശരിയായി മനസ്സിലാക്കണമെങ്കിൽ ഉടമ്പടികളെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് ആവശ്യമാണ്. പഴയ നിയമ ഉടമ്പടി ഭാവിയിൽ നിവർത്തിക്കപ്പെടേണ്ട വാഗ്ദത്തങ്ങൾ നൽകുന്നു. പുതിയ നിയമ ഉടമ്പടി പഴയ നിയമ വാഗ്ദത്തങ്ങൾ എങ്ങനെയാണ് യേശുക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ടത് എന്ന് വിശദീകരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവിതം, മരണം, ഉയർപ്പ് എന്നിവയിലൂടെ പുതിയ നിയമ ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. ഉടമ്പടിയുടെ ദൈവശാസ്ത്രം എന്ന പഠനത്തിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഭാഗങ്ങൾ മറ്റു 2 വീഡിയോകളിൽ ആയി ലഭ്യമാണ്. വീഡിയോ ചാനൽ naphtalitribe.tv.com. ഇതിൻ്റെ നോട്ട് ഇ-ബുക്കായി ലഭ്യമാണ്. താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ആവശ്യപ്പെടുക. സൗജന്യമായി ചേരുന്നതാണ്. വാട്സാപ്പ് നമ്പർ 9961330751. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.